പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദി മാതാപിതാക്കളുടെ പാപം, ആദിപാപം, അതിനോട് ചേർന്നാണ് യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിലെ യേശുവിൻ്റെ സഹനം, മരണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധിക്കുന്നത്. അതുകൊണ്ട് ആദിപാപം, പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അല്ലെ പിശാചിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, എല്ലാം ഒന്നും ഞാനിവിടെ പ്രതിപാദിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ ഇവിടെ ഞാനിപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞ ധ്യാനങ്ങളിൽ. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളിലേക്ക് വരികയാണ്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലെയോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവനത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നനാണെന്ന് അവരറിഞ്ഞു. അത്തീരകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. എന്തായിരുന്നു ഹവ്വയുടെ പാപം? നമുക്കറിയാം, ഹവ്വ ഒറ്റയ്ക്കാണ് പിശാചിനോട് സംഭാഷണം ചെയ്യുന്നതെന്ന് ഉറപ്പുണ്ട്. കാരണം പിശാചുമായിട്ട് സംസാരിക്കുന്നതും പിശാച് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതും വിശദീകരണം പറയുന്നതൊക്കെ ഹവ്വ ഒറ്റയ്ക്കാണ്. അവിടെ ആദമില്ല. പിന്നീടാണ് ആദം ചിത്രത്തിലേക്ക് വരുന്നതെന്നുള്ളതുകൊണ്ട് ഇവിടെ പിശാചും ഹവ്വയും ആണ് ഒരുമിച്ച് കൂടുന്നത്. ഇനി ഈ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്നത് സാത്താൻ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ സർപ്പം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താനെക്കുറിച്ചാണെന്ന് വെളിപാട് 12:9 പറഞ്ഞിരിക്കുന്നതും നമ്മൾ നേരത്തെ മനസ്സിലാക്കി. സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം എന്നവനെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഹവ്വയ്ക്ക് എന്താ തെറ്റുപറ്റിയത്? ഹവ്വയുടെ ദൗത്യം എന്തായിരുന്നു? 2 വിശുദ്ധ കൂട്ടായ്മകളിലായിരുന്നു ഹവ്വയെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയത്. ഒന്ന് കുടുംബ കൂട്ടായ്മ, ആദവുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കുക. 2 ദൈവ കൂട്ടായ്മ, ജീവൻ്റെ വൃക്ഷവുമായി ഐക്യപ്പെട്ട് ജീവിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജീവൻ്റെ വൃക്ഷം ഈശോ തന്നെയായിരുന്നു. അന്നത്തെ ഈശോയുടെ അതിസ്വാഭാവികമായ ഈ പ്രപഞ്ചത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ വചനമാണത്, ജീവൻ്റെ വൃക്ഷം. അപ്പോൾ 2 കൂട്ടായ്മകളിൽ ആയിരിക്കേണ്ട ആളാണ് ഹവ്വ. കുടുംബ കൂട്ടായ്മ, ദൈവ കൂട്ടായ്മ. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവ കൂട്ടായ്മയും കുടുംബ കൂട്ടായ്മയും നഷ്ടപ്പെടുന്നിടത്താണ് സാത്താൻ്റെ കൂട്ടായ്മ ഉണ്ടാകുന്നത്, ദുരന്തം ഉണ്ടാകുന്നത്, മരണം ഉണ്ടാകുന്നത്, ആത്മീയ മരണം, പാപനാശം ഉണ്ടാകുന്നത്. ഹവ്വ എന്താണ് ചെയ്തത്? ഈ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും കുടുംബ കൂട്ടായ്മയിൽ നിന്നും ദൈവ കൂട്ടായ്മയിൽ നിന്നും അകന്ന് സാത്താൻ്റെ അടുക്കലേക്ക് പോയി. ആദ്യത്തെ പാപം അവിടെയായിരുന്നു. ഷീ വെൻ ടു ദ പ്രസൻസ് ഓഫ് സേറ്റൻ. ദൈവികമല്ലാത്ത, ദൈവത്തിനും ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവം നൽകിയ ക്രമങ്ങൾക്കും എതിരായിട്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ വൾണറബിൾ ആകുക എന്ന് ഇംഗ്ലീഷ് പറയുന്ന, പെട്ടെന്ന് നമ്മൾ മുറിവേൽപ്പിക്കപ്പെട്ട്, തകർക്കപ്പെട്ട്, നശിപ്പിക്കപ്പെട്ടെന്ന് വരാൻ ഉള്ള സാധ്യതയിലേക്കാണ് പോകുന്നത്. ദൈവികമല്ലാത്ത ഒരു മേഖലയിലേക്ക് അത് ദൈവികമല്ലാത്ത എല്ലാ മേഖലകളും, ദൈവികമോ ദൈവം നൽകിയിരിക്കുന്ന മാനുഷികമായോ ആയ മേഖലകളല്ലാത്തതെല്ലാം പൈശാചികമാണ്. ദൈവികമോ ദൈവകൃപയുള്ള മാനുഷിക മേഖലകളോ, മാനുഷിക മേഖലകളെല്ലാം തിന്മയല്ലല്ലോ, ദൈവികമായ കൃപയുള്ള മാനുഷിക മേഖലകളോ അതിസ്വാഭാവികമായ ദൈവിക മേഖലകളോ വെടിഞ്ഞ് അതൊന്നും ഇല്ലാത്തൊരു മേഖലയിലേക്ക് പോയാൽ അത് പൈശാചിക മേഖലയായിരിക്കും. ഹവ്വ അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് പിശാചിൻ്റെ ഈ ചോദ്യം നേരിടേണ്ടി വന്നത്. പിശാച് ചോദിക്കുന്നു. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. പിശാച് കൗശലമുണ്ട്. ഈ കൗശലം ഇവിടെ നിന്ന് വന്നു. ദൈവം മാലാഖയ്ക്ക് കൊടുത്തൊരു ജ്ഞാനമായിരുന്നു, വിസ്ഡം. അത് ദൈവിക വെളിപാടിൻ്റെ വെളിച്ചമുള്ള അറിവാണ്. കൗശലം എന്ന് പറയുന്നത് അത് ദുർജ്ഞാനമാണ്. ദുഷ്ടനിൽ നിന്ന് വരുന്ന ജ്ഞാനമെന്നതിനെ വിളിക്കാം, ദുർജ്ഞാനം. പ്രൊഫസർ കെ എം തരകൻ എന്ന
നിരൂപകനായിരിക്കുന്ന ആൾ എഴുതിയൊരു ലേഖനത്തിലെ ഒരു വാക്കാണത്. ദുഷ്ടനിൽ വരുന്ന അറിവ് ദുർജ്ഞാനം എന്ന് പറയും. അപ്പോൾ ദുർജ്ഞാനത്തിൻ്റെ ഉറവിടമായ സാത്താൻ, കൗശലക്കാരൻ സാത്താൻ്റെ അടുക്കിലേക്ക് ഹവ്വ പോയപ്പോൾ തുടക്കം ഒരു ചോദ്യം വഴിയാണ്. അൺവാണ്ടഡ് ആയ ഒരു ക്വസ്റ്റ്യൻ, ഒരിക്കലും ഹവ്വ നേരിടേണ്ടതായ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പിശാച് ചോദിച്ചു. തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ പഴങ്ങൾ ഭക്ഷിക്കരുത് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വ ചെയ്ത ആദ്യത്തെ പാപം എന്തായിരുന്നറിയാവോ? കേൾക്കുക. ഹവ്വ പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത്, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹവ്വ എന്താ ചെയ്തത്? ദൈവം പറഞ്ഞ ഒരു വെളിപാടുണ്ടായിരുന്നു, ആദ്യത്തെ കൽപ്പന. അത് ഉൽപ്പത്തി 2:16-17 ആദ്യത്തെ കൽപ്പന. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, അത് തിന്നു ദിവസം നിങ്ങൾ മരിക്കും. യു ഷാൽ ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് എനി ട്രീ ഇൻ ദ ഗാർഡൻ എക്സെപ്റ്റ് ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. യു ഷാൽ നോട്ട് ഈറ്റ് ഓഫ് ഇറ്റ്, ദ ഡേ യു ഈറ്റ് ഓഫ് ഇറ്റ് യു വിൽ ഡൈ ദ സെയിം ഡേ. ഇതായിരുന്നു ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന. 10 കൽപ്പനകൾ വരുന്നതിന് മുൻപ് തന്നെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ, മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യ നിമിഷം മുതൽ ദൈവം നൽകിയ പ്രധാനപ്പെട്ട കൽപ്പന ഇതായിരുന്നു. ഏതെങ്കിലും തോട്ടത്തിലാക്കിയിട്ട് നൽകിയ കൽപ്പന, പിശാചിനോട് ഐക്യപ്പെടേണ്ട, പിശാചിൻ്റെ അടുക്കിലേക്ക് പോകണ്ട, അവൻ പറഞ്ഞ് വിശ്വസിക്കേണ്ട. അപ്പോൾ എന്തായിരുന്നു ഈ വിലക്കപ്പെട്ട കനി എന്ന് പറയുന്നത്? ആപ്പിളാന്നൊക്കെ പറയുന്ന പലരും ചിത്രീകരിക്കുന്ന ചില ചിത്രീകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ട് പലരും അതൊക്കെ വിശ്വസിച്ച് നടപ്പുണ്ട്. മാത്രമല്ല, ആപ്പിൾ മൊബൈല് സാത്താൻ്റെ ചെമ്പിലാന്ന് പറഞ്ഞ ആൾക്കാർ പോലും എനിക്കറിയാം. അതും ഒരുമാതിരി വിദ്യാഭ്യാസമുള്ളവർ. അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറയരുത് കേട്ടോ. എന്താ ഈ നന്മതിന്മകൾ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, വിലക്കപ്പെട്ട കനി? സാത്താൻ്റെ സാന്നിധ്യം, സാത്താൻ്റെ പ്രബോധനങ്ങൾ, സാത്താനിലുള്ള വിശ്വാസം, സാത്താനെ അനുസരിക്കൽ, ഇതായിരുന്നു നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം എന്ന് പറഞ്ഞ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുക എന്ന് പറയുന്ന അവസ്ഥ. സാത്താൻ്റെ സാന്നിധ്യത്തിലേക്ക് പോവുക, സാത്താനെ കേൾക്കുക, സാത്താനോട് സംസാരിക്കുക, സാത്താനിൽ വിശ്വസിക്കുക, സാത്താനെ അനുസരിക്കുക. ഈ 5 കാര്യങ്ങൾ, സാത്താൻ്റെ അടുക്കിലേക്ക് പോകുക, സാത്താനെ കേൾക്കുക, സാത്താനോട് സംസാരിക്കുക, സാത്താൻ പറഞ്ഞത് വിശ്വസിക്കുക, സാത്താനെ അനുസരിക്കുക. ഇതാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനിത് 2 തവണ ആവർത്തിച്ചതിനാണെന്നറിയോ? വിലക്കപ്പെട്ട കനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പഴമാണെന്നുള്ള ചിന്തയിലേക്ക് വരരുത്. അത് സാത്താനാണ് ആ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അതിന് മുമ്പിലത്തെ ക്ലാസ് ഞാൻ അത് വിശദീകരിച്ചു. സാത്താനാണ് ആ വൃക്ഷമെങ്കിൽ അവൻ്റെ പ്രബോധനവും അവൻ്റെ സാന്നിധ്യവും അവനിലുള്ള വിശ്വാസവും അവനുള്ള അനുസരണവുമാണ് ഈ വിലക്കപ്പെട്ട കനി. അതരുതെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതായി, എന്തുകൊണ്ട് ഹവ്വയ്ക്ക് ഈ അബദ്ധം സംഭവിച്ചു? ഹവ്വ എന്താ ചെയ്തത്? സാത്താൻ്റെ സാന്നിധ്യത്തിലേക്ക് പോയി കഴിഞ്ഞ് സാത്താൻ കൗശലമേറിയ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഹവ്വ ചെയ്ത ആദ്യത്തെ പാപം, ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി നൽകിയിരുന്ന ദൈവിക വെളിപാട്, ദൈവം മനുഷ്യവർഗത്തിൻ്റെ സ്വസ്ഥതയ്ക്കും നിലനിൽപ്പിനും അഭിഷേക വളർച്ചയ്ക്കും വേണ്ടി നൽകിയിരുന്ന ഒരു ദൈവിക വെളിപാട് ഉൽപ്പത്തി 2:16-17 അത് പിശാചുമായിട്ട് പങ്കുവെച്ചു. അതിസ്വാഭാവികമായ ഒരു ദൈവിക വെളിപാടിനെ ഈ ആൻറ്റി സൂപ്പർ നാച്ചുറൽ, ആൻറ്റി നാച്ചുറൽ എന്ന് വിളിക്കപ്പെടാവുന്ന പൈശാചിക ശക്തിക്ക് പങ്കുവെച്ചു കൊടുത്തു. നമ്മളവിടെ ഒരു കാര്യം ഓർക്കണം, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അബദ്ധം നമ്മൾ ചെയ്യാൻ പാടില്ല. ഈശോ തന്നെ പറഞ്ഞു, മുത്തെടുത്ത് പന്നിയുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. അവ അതിനെ ചവിട്ടി നശിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. അതായത് പിശാച് ഇതിനെ ചവിട്ടി നശിപ്പിച്ചു, എന്നിട്ട് ഹവ്വയ്ക്കെതിരെ തിരിഞ്ഞു ആ പ്രബോധനം ദുർവ്യാഖ്യാനം ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മളത് കാണുകയാണ്. സർപ്പം പറഞ്ഞു, നിങ്ങൾ ഭരിക്കുകയില്ല. 4-ാം വചനം, നിങ്ങൾ ഭരിക്കുകയില്ല, യു വിൽ നോട്ട് ഡൈ. നിങ്ങൾ മരിക്കുമെന്നല്ല ദൈവം പറഞ്ഞത്, മരിക്കില്ല. എന്നിട്ട് പറഞ്ഞു, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. അടുത്ത വചനം, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും. നന്മയേത് തിന്മയേത് നിശ്ചയിക്കുന്ന ദൈവമല്ല. ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ അടിമകളായി. സ്വാതന്ത്ര്യമില്ല നിങ്ങൾക്ക്. നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതല്ലേ? ഇവൻ പണ്ട് ചെയ്തതാണത്. നല്ലതേത് തെറ്റേത്, നന്മയേത് തിന്മയേത്, ദൈവത്തോടു കൂടെ ആയിരിക്കണം നിരന്തരം എന്നുള്ള അവസ്ഥ
ദൈവത്തോടുകൂടി അല്ലാതായാൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ വേണ്ടി ദൈവത്തോടുകൂടി അല്ലാത്തൊരവസ്ഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോഴുണ്ടായതാണ് അധപതനം. ആ അധപതനത്തിലൂടെ അവൻ നശിച്ചത്. ആ വിഷമാണ് ഇപ്പോൾ ഹവ്വയുടെ ഉള്ളിലേക്ക് പിശാച് കയറ്റി കൊടുത്തത്. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും. ബാക്കി നമ്മൾ അടുത്ത ധ്യാനത്തിൽ ധ്യാനിക്കും. പിശാച് നൽകുന്ന ഇതുപോലുള്ള ഈ പ്രബോധനങ്ങൾ ഇന്നും ലോകത്തിൽ നിരന്തരം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേക സോഷ്യൽ മീഡിയ വ്യാപകമായതോടുകൂടി ഹൈടെക് അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ മേഖലകൾ വ്യാപകമായതോടുകൂടി പിശാചിന് ലോകത്തിലേക്ക് തൻ്റെ ദുർജ്ഞാനം പ്രസരിപ്പിക്കാൻ, അത് ഒഴുക്കി കൊടുക്കാൻ, അനേകം പേരുടെ ഉള്ളിൽ അത് കുത്തിവെക്കാനായിട്ട് അവന് വളരെയേറെ സാധ്യമാണ്. നമ്മളിപ്പോഴും ഡിസേൺമെൻറ്റ്, വിവേചനാശക്തി ഉള്ളവരായിരിക്കണം. ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ സഹായത്തോടു കൂടിയും മനസ്സിലാക്കാനും പഠിക്കാനും അത് സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജ്ഞാനികളാക്കി ഞങ്ങളെ മാറ്റണമേ. ദുർജ്ഞാനത്തിൻ്റെ ഉടമസ്ഥനും ഉറവിടവുമായ സാത്താനിൽ നിന്ന് അകന്ന് ജീവിക്കാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.